ഇന്ന് നമ്മളൊരു മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണ്. മാമ്പഴം ഇല്ലാത്ത കാലമല്ലേ ഇപ്പോൾ. ഞങ്ങൾ മാമ്പഴമുള്ള സമയത്ത് ശർക്കരയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂട്ടി നന്നായിട്ട് വേവിച്ച് ഫ്രീസറിൽ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ മാമ്പഴം. ആ മാമ്പഴം എടുത്തിട്ട് ഇപ്പോൾ ഒരച്ച് ശർക്കരയും കൂടി ചേർത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നാലേ നാളികേരമൊക്കെ ചേർക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവുള്ളൂ കറിക്ക്. അതുകൊണ്ട് അതിന് ശേഷം കുറച്ച് നാളികേരം ചിരവിയതും പിന്നെ കുറച്ച് ജീരകവും കുറച്ച് കടുകും കൂടെ നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മളെ മാമ്പഴക്കറി തിളച്ച് വരുന്നുണ്ട്, നന്നായി തിളച്ച് വെന്ത് തുടങ്ങുന്നുണ്ട്. ഒന്നും കൂടെ അങ്ങനെ ആ തിളച്ച കറിക്ക് തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. നന്നായിട്ട് ഇളക്കി അതിങ്ങനെ തിള വരുന്ന സമയത്ത് നമ്മൾ ഒരു കട്ട തൈര് വേണം നിർബന്ധമൊന്നുമില്ല, കുറച്ചൊക്കെ വെള്ളം കുറഞ്ഞ തൈരായിട്ട് ഒരു 2-3 സ്പൂൺ തൈര് അതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ആ തൈര് അതിൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം അതുപോലെ ഒന്നും കൂടി നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ നമുക്കത് വാങ്ങി മറ്റേ അടുപ്പിലേക്ക് വെക്കാം. അതിന് ശേഷം നമ്മൾ ഒരു ചീഞ്ചട്ടിയിൽ ഒരു 2 സ്പൂണോ അല്ല നമ്മൾ ആവശ്യത്തിന് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് മൂക്കാൻ വയ്ക്കുക. ചൂടാവാൻ നന്നായിട്ട് ചൂടാവാൻ തുടങ്ങുന്ന സമയത്ത് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇത്തിരി കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വറ്റൽമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്, ആ വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് അത് ഈ വാങ്ങി വെച്ച കറിയിലേക്ക് ഒഴിക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ മാമ്പഴക്കറി റെഡിയാവുന്നതാണ്. എല്ലാം കറി റെഡിയായി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.